ഹായ് മക്കളെ, വെൽക്കം ടു എലൈറ്റ് ഓൺലൈൻ ക്ലാസ്സസ്. മക്കളെ, നമ്മുടെ ഓർഗാനിസം പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, ശരിയല്ലേ? ഈ ഓർഗാനിസം പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട്. ഈ എപ്പോഴും നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യത്തിൽ ഒന്നാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഭാഗം. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ പറ്റി പറയാം. ആദ്യം എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി? നോക്കൂ, ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജനസംഖ്യയിൽ ഉള്ള ആൾക്കാരുടെ എണ്ണത്തിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. കിട്ടിയോ? അപ്പൊ എത്രത്തോളം ആൾക്കാർ, എത്ര എണ്ണം ആൾക്കാരാണ് ഒരു പോപ്പുലേഷനിലുള്ളത്, ആ പോപ്പുലേഷൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റർ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഞാൻ N എന്ന് പറയുന്ന ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിനെ ബാധിക്കുന്ന 4 ഫാക്ടറുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ അത് ജനന നിരക്കാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഞാൻ ഫാക്ടറുകൾ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ജനന നിരക്കാണ്. നിരക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ആണ്. ജനനം ഈസ് ഈക്വൽ ടു ബർത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ജനന നിരക്കിനെ നമ്മൾ എന്ത് വിളിക്കും എന്ന് ചോദിച്ചാൽ ബർത്ത് റേറ്റ് ആണ്. വളരെ നന്നായിട്ട് നമുക്ക് പറയാം, ബർത്ത് റേറ്റിൻ്റെ മറ്റൊരു പേരാണ് നേറ്റാലിറ്റി. അല്ലേ മക്കളെ? നേറ്റാലിറ്റി എന്ന് വിളിച്ചു. അതിനെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് B എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഉപയോഗിച്ചു എന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽ വെക്കണം. ഓക്കെ ആണല്ലോ? അടുത്തതായിട്ട് മറ്റൊരു ഘടകം എന്താണ് ഇതിനെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബർത്ത് റേറ്റ് പോലെ തന്നെ ഇതിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകത്തിന്റെ പേരാണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഡെത്ത് റേറ്റിനെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നു, ദാറ്റ് ഈസ് കോൾഡ് ആസ് മരണനിരക്കിനെ ഒന്നും കൂടെ നമ്മൾ ഒരു പേരിൽ അറിയപ്പെടുന്നു, ദാറ്റ് ഈസ് മോർട്ടാലിറ്റി. അതിന് നമ്മൾ എന്ത് വാക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്ത് ആൽഫബറ്റ് ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു? D. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടാനും പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയാനും കാരണമായിട്ടുള്ള 2 ഫാക്ടറുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, 1 ബർത്ത് റേറ്റ് അഥവാ നേറ്റാലിറ്റിയും 2 ഡെത്ത് റേറ്റ് അഥവാ മോർട്ടാലിറ്റിയുമാണ്. ബർത്ത് റേറ്റിനെ B എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിച്ചപ്പോൾ ഡെത്ത് റേറ്റിനെ D എന്ന് പറയുന്ന ആൽഫബറ്റ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് ഏത് കാര്യമാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിക്ക് മാറ്റം കൊണ്ടുവരിക എന്ന് ചോദിച്ചാൽ വളരെ നന്നായിട്ട് പറയാം, വേറെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നും നമ്മുടെ ജനസംഖ്യയിലേക്ക് ഒരാൾ വന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പോപ്പുലേഷനിൽ നിന്നും നമ്മുടെ ഏരിയയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജനസംഖ്യയിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും ഇങ്ങോട്ട് വരാൻ. ചിലപ്പോൾ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ നമ്മുടെ പോപ്പുലേഷനിലേക്ക് വരികയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ പോപ്പുലേഷൻ എന്ത് ചെയ്യും? കൂടും. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന് ജീവിക്കാൻ ഇവിടെ സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ അവൻ മറ്റേതെങ്കിലും ഒരു പോപ്പുലേഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു. വേറൊരു സ്ഥലത്തുനിന്ന് ഈ ഒരു പോപ്പുലേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അവനെ ഇമ്മിഗ്രേഷൻ എന്ന് വിളിക്കും. വളരെ സിമ്പിളായിട്ട് നമ്മുടെ സ്വന്തം അതിഥി തൊഴിലാളികളെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ശരിയല്ലേ? അതിഥി തൊഴിലാളികൾ എന്താ ചെയ്യുന്നത്? അവർക്ക് അവിടെ ജോലി ചെയ്യാൻ നല്ല സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് വന്ന് ജോലി ചെയ്യുന്നു. അവർ നമ്മളെ സംബന്ധിച്ച് ഇമിഗ്രന്റുകളാണ്, ശരിയല്ലേ? ഇങ്ങോട്ട് വന്ന് ജോലി ചെയ്യുന്നു, അതിഥികളാണ്, ശരിയാണല്ലോ? അപ്പൊ ഇമിഗ്രേഷൻ എന്ന് പറയുന്ന വാക്ക് മറ്റൊരു പോപ്പുലേഷനിൽ നിന്നും നമ്മുടെ പോപ്പുലേഷനിലേക്ക് വരികയാണ്, ശരിയല്ലേ? ഇമിഗ്രേഷൻ എന്ന് പറയുന്ന വാക്കിനെ സൂചിപ്പിക്കാൻ അതിന്റെ ആദ്യത്തെ ലെറ്ററിനെ തന്നെ ഞാൻ എടുക്കുന്നു, അത് I ആണ്. ഇനി ഇവിടുത്തെ പോപ്പുലേഷനിൽ ഇവിടെ ജോലി സാധ്യതകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പ്രവാസത്തിലേക്കൊക്കെ പോകാറുണ്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുണ്ട്? ഇവിടെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യം വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു പോപ്പുലേഷനിലേക്ക് പോവുകയാണെങ്കിൽ, മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ വാക്കിനെ വിളിക്കുന്ന പേര് ഈ എമിഗ്രേഷൻ എന്ന. എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ എമിഗ്രേഷൻ ചെയ്യാറുണ്ട്, ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എമിഗ്രേഷൻ എന്ന് പറയുന്നു. അതിന് ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള E കൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ ഇവർ മാറ്റങ്ങൾ കൊണ്ടുവരിക? പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുകയാണോ ചെയ്യുക? ഓരോ ഫാക്ടർ വരുമ്പോൾ അത് കുറയുകയാണോ കൂടുകയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു?
ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് ഞാനിവിടെ എഴുതി വെക്കുകയാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാനൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഫ്ലോ ചാർട്ടിൽ ഒരു ഡയഗ്രം വരച്ച് കാണിച്ചു തരാം. പോപ്പുലേഷൻ ഡെൻസിറ്റി അവനെ കാണിക്കാൻ ഞാൻ എൻ എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചു. ശരിയാണല്ലോ. ഞാൻ അവനെ ഒരു ബോക്സിനകത്തിട്ട് കാണിക്കുകയാണ്. എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. 4 കാര്യങ്ങളാണ് ഇതിനെ ബാധിക്കാൻ പോകുന്നത്. ശരിയല്ലേ? ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഞാൻ ഒന്നാമത്തെ കാര്യമായിട്ട് ആരെ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ മക്കൾ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ ആളെയായിട്ട് ഞാൻ എടുക്കുന്നത് ബർത്ത് റേറ്റ് ആണ്, ജനന നിരക്ക്. ബർത്ത് റേറ്റിനെ ഞാൻ വേറെ പേരിൽ വിളിക്കുമെന്ന് പറഞ്ഞു. ഏതാണ് ആ വേറെ പേര്? നേറ്റാലിറ്റി. ഏതാ വേറെ പേര്? ഏതാ? നേറ്റാലിറ്റി. അപ്പൊ ഞാനിവിടെ നേറ്റാലിറ്റി എന്ന് കാണിച്ചിട്ട് അതിനെ എന്തിൽ വിളിച്ചു? അവന്റെ ആൽഫബറ്റ് കൊടുത്ത് ബി എന്ന് കൊടുത്തു. ശരിയാണല്ലോ. എന്നിട്ട് ഞാൻ അവനെ ഒരു ആകാശക്കോട്ടയിലിട്ട് വെക്കുകയാണ്. കണ്ടില്ലേ? അവനൊരു ആകാശക്കോട്ടയിലിട്ട് വെച്ചു. ശരിയാണല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇവിടെ നിന്ന് ചെറുതായിട്ട് അങ്ങോട്ട് നീക്കി വെക്കുന്നുണ്ട്. ശരിയാണല്ലോ. ഓക്കെ, ഇങ്ങോട്ട് നീക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചേ മക്കളെ, ഈ എടുത്തിരിക്കുന്ന നേറ്റാലിറ്റിയുടെ ഓപ്പോസിറ്റ് തന്നെ വേണം ഞാൻ ആരെ എടുക്കുന്നത്? മോർട്ടാലിറ്റി. എന്തിനാ സാർ അങ്ങനെ എടുത്ത നിർബന്ധമുണ്ടോ? ഒരു രസം. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാലോ, മോർട്ടാലിറ്റി. അപ്പൊ ഞാൻ ഇവനെ എന്ത് ചെയ്തു? ഡി എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിച്ചു. അവനെയും ഞാൻ ഒരു ആകാശക്കോട്ടയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? അവിടെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇനി 2 ആള് ബാക്കിയുണ്ട്. ഏതൊക്കെയാണ് 2 ആള്? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നു. ഇവിടെ ഇമിഗ്രേഷൻ ഉണ്ട്. ഇവിടെ ആരാ ഉള്ളേ? ഇമിഗ്രേഷൻ എടുത്തു. ശരിയല്ലേ? അപ്പൊ ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആരെ എടുക്കണം എന്നാ പറഞ്ഞേ? ഇവിടെ ഇമിഗ്രേഷൻ എടുത്താൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഇമിഗ്രേഷൻ എടുക്കുന്നു. ഇവരെ 2 ആളെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാശക്കോട്ടയിലിടാം. ഞാൻ എന്തായാലും ആകാശക്കോട്ടയിൽ ഇട്ട് കൊടുക്കണം. കണ്ട, ആകാശത്തിന്റെ ഒരു കോട്ടയിലിട്ട് കൊടുത്തു. ഇവനെയും ഞാൻ ആകാശത്തിന്റെ ഒരു കോട്ടയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിയാണല്ലോ. ഇനി ഇവന്റെ ആരോ മാർക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ആരോ മാർക്ക് ചെയ്യാം? നമുക്കറിയാം, ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്ക് വരുന്ന ആളാണോ പോകുന്ന ആളാണോ ബർത്ത് റേറ്റ്? ജനിച്ചു വരിക അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്ക് ജനിച്ച് വീഴുകയാണോ ചെയ്യുക? അതോ ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോവുകയാണോ ചെയ്യുക? നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം അല്ലെ, ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ ബർത്ത് റേറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്ക് ഒരു കുഞ്ഞ് ജനിച്ച് വീഴുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ ഡെൻസിറ്റിയിലേക്കാണ് നമ്മൾ ആരോ മാർക്ക് കാണിക്കേണ്ടത്. ഇങ്ങോട്ട് വരികയാണ്. ഒരാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ നിന്നും ഒരാൾ മരിച്ചു പോവുകയാണ്. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? ഇങ്ങോട്ടേക്ക് ഒരാൾ വരുമ്പോൾ ഇവിടെയുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? ആ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടും. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കുന്നു. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ നിന്നും ഒരാൾ പോവുകയാണ്, മരിച്ചൊരാൾ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണമാണ്. ആ ആളുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുകയാണ്. അപ്പൊ ഞാൻ അവിടെ എന്ത് ചിഹ്നം ഇട്ട് കൊടുത്തു? മൈനസ് ഇട്ട് കൊടുത്തു. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരികയും എമിഗ്രേഷൻ എന്ന പോവുകയും ചെയ്യുവാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് ആരോ മാർക്ക് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ? ഇങ്ങോട്ടേക്ക് ആരോ മാർക്ക് ഇട്ടു, ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ ഞാൻ ആരോ മാർക്ക് ഇവിടെ ദൂരത്തേക്ക് ഇട്ട് കാണിച്ചു കൊടുത്തു. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുകയാണ്, ഞാൻ പ്ലസ് ഇട്ട് കൊടുത്തു. ഇവിടെയുള്ള ആൾക്കാരുടെ എണ്ണം കുറയുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്തിട്ട് കൊടുത്തു? മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഞാൻ ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഡയഗ്രാം പഠിക്കാണ്ട് പോവുകയേ ചെയ്യരുത്. കാരണം ഇത് സ്ഥിരമായിട്ട് നമുക്ക് ABCD എന്നൊക്കെ തന്നിട്ട് അവിടെ എന്താ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ എന്താണ് വരിക, ടേംസ് എന്താ വരിക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഈ ഭാഗം ഒന്ന് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഓക്കെ ആണല്ലോ? ശരി.